ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ്. അതായത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ടൊമാറ്റോ സോസ് ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ആണ്. ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചാൽ മായമൊക്കെ ചേരും. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റേതായ ദോഷങ്ങളുണ്ടാകും. ഞങ്ങളുടെ അടുത്ത് തന്നെ ഈ ആലപ്പുഴയിൽ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഇത് കഴിച്ച് ഒരു കുട്ടി മരിക്കാനിടയായി. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടപ്പെട്ട രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇത് നിങ്ങൾ വീട്ടിലുണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കുക. അപ്പം കുറച്ച് മാത്രം നമുക്ക് വീട്ടിലുണ്ടാക്കേണ്ടതുകൊണ്ട് കുറച്ച് മാത്രം ആദ്യം എടുക്കുക. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 2 തക്കാളിക്കാണ് എടുത്തിരിക്കുന്നത്. 2 തക്കാളിക്കയും 2 പച്ചമുളകും. അത് നമുക്ക് കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കുക്കറിൽ വെച്ച് വേവിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കുക്കറിൽ വെച്ച് വേവിച്ച് കഴിഞ്ഞ് അത് നമുക്ക് ഇത് ഇനി മിക്സിയിലൊന്ന് അരയ്ക്കണം. അപ്പോൾ മിക്സിയിൽ അരയ്ക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഒരു ചെറിയ കഷ്ണം സവോള, 2 കഷ്ണം വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയിൽ നല്ലതായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് വരണം. ഇപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യും കൂടെ വേണേ. അപ്പം നമ്മളിത് അരച്ചുകൊണ്ട് വന്നിട്ട് നമ്മളൊരു പാനിനകത്തോട്ട് ഒഴിച്ചിട്ട് ഈ പാനിനകത്ത് നമ്മൾ 1 ടേബിൾ സ്പൂണ് വിനീഗറാണ് ഒഴിച്ചിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ വിനീഗർ, 1/4 ടീസ്പൂണ് ചില്ലി. ഇത് ഇതാണ്, അതായത് കാശ്മീരി ചില്ലിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ചേർക്കുന്നത് ഒരു കളറിന് വേണ്ടി, നമുക്ക് തക്കാളിക്ക് അരച്ചുകൊണ്ട് വരുമ്പോൾ വേറൊരു കളറാണല്ലോ. ഈ കളറിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ബീട്രൂട്ടിൻ്റെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ജെല്ലായിരുന്നു. അപ്പം നമ്മൾ ബീട്രൂട്ടിൻ്റെ ജെല്ല് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ ഇത് പഞ്ചസാര 1 ടേബിൾ സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. ഇതെല്ലാം കൂടി നമുക്കിനി അടുപ്പിൽ വെച്ചൊന്ന് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒന്നുകൂടെ ഒന്ന് പറ്റിച്ചെടുക്കണം. അതായത് നമുക്ക് ഇച്ചിരി വെള്ളം ഉണ്ടല്ലോ, അപ്പം പറ്റിച്ചെന്ന് ഇടയ്ക്കൊക്കെ അരയാതൊക്കെ കിടക്കുന്നുണ്ട്. അപ്പം അത് നമുക്ക് പിന്നെ നമ്മൾ അരിക്കുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയത് പറ്റിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് കുപ്പികളിലാക്കി വെച്ചാൽ മതി. അപ്പം ഇത് പറ്റി വരുന്നുണ്ട്. അപ്പം ബീട്രൂട്ടിൻ്റെ ഇപ്പം നമുക്ക് ബീട്രൂട്ടിൻ്റെ ജെല്ലില്ലെങ്കിൽ ഇപ്പം നമ്മൾ അരയ്ക്കാനായിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്ക്, അതായത് തക്കാളിക്കായുടെ കൂടെ അരയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ടും കൂടി ഇട്ട് അരയ്ക്കണം. അപ്പോൾ അതിന് നല്ല കളറുണ്ടാകും. ഈ ബീട്രൂട്ടിൻ്റെ ജെല്ല് നമുക്ക് കേക്കിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളത് കേക്കിനകത്ത് റെഡ് വെൽവെറ്റൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതൊക്കെ ചേർക്കാൻ പറ്റും. അതിന് ഞാൻ കളറൊന്നും പുറത്തൊന്നും എടുക്കാറില്ല. ഞാൻ ഇപ്പം റെഡ് കളറൊക്കെ ഇതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറവുണ്ടെന്ന് പറഞ്ഞാലും പക്ഷേങ്കിൽ ഗുണമുണ്ട്. ഇപ്പം നമ്മളത് എല്ലാം പറ്റിക്കഴിഞ്ഞ് നമുക്കിതൊന്ന് ഒരു അരിപ്പയിലേക്ക് മാറ്റി ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കുമ്പോഴത്തേക്ക് അരിച്ചെടുത്ത് നമുക്ക് കുപ്പിയിലാക്കി വെക്കാം. അപ്പോൾ ഇതുപോലെ ഇപ്പം ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാത്തിനും നമുക്ക് കുട്ടികൾക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കൊടുക്കുമ്പോഴൊക്കെ ആദ്യമേ നമ്മൾ സോസ് കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ ഇത് കൂട്ടി കൊടുക്കാൻ നല്ലതാണ്. നല്ല കറക്റ്റ് മധുരമാണ്, നല്ല കളറാണ് അത്. അപ്പം നിങ്ങൾക്ക് ബീട്രൂട്ടിൻ്റെ ജെല്ല് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ എൻ്റെ ചാനലുണ്ട്, ചാനലൊന്ന് നോക്കി കാണുക. പിന്നെ ഇതിനകത്ത് ഉപ്പ് ചേർത്ത കാര്യം ഞാൻ പറഞ്ഞില്ല, അത് വിട്ടുപോയതാണ്. അത് നമ്മൾ പാൻ അടുപ്പിൽ വെച്ചപ്പോഴത്തേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് നീരാണ് ചേർത്തത്. നിങ്ങൾ ഇതിന് എത്രയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത്ര ഉപ്പ് ചേർക്കുക. അതിനാവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്ക് പറ്റിച്ചെടുക്കുമ്പോഴത്തേക്ക് അത് ചേർത്തെടുക്കണേ. പിന്നെ അത് വിട്ടുപോയി, അതുകൊണ്ട് സോറി. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.